സഫർ വീട് കൂടിയിരിക്കാൻ പാടില്ല, ഒരു വീട്ടിലേക്ക് കുറ്റിയടിക്കാൻ പാടില്ല. ആ മാസത്തിൽ ഇനി ഒന്നും ചെയ്യരുത്. പിന്നെന്താ ചെയ്യണ്ടേ? കൈ കെട്ടിയിരുന്നേക്കാനും ഒരു മാസത്തേക്ക്. എന്നാ പിന്നെ റാഹത്ത്. വിവാഹത്തിന് പറ്റിയ ഏറ്റവും നല്ല മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ഏത് സഫർ മാസം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വിവാഹത്തിൽ നടന്നത് സഫർ മാസത്തിൽ. നമ്മൾ ഏതെങ്കിലും നിക്കാഹി മാസം നടത്തുവോ? അല്ല, ഡേറ്റ് ഒത്തു വന്നാൽ പോലും നമ്മൾ പറയും നമുക്ക് റബീഉൽ അവ്വലിലേക്ക് മാറ്റാം, അടുത്ത മാസത്തിലേക്ക് പോകാം. മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളാണ്. ഈ മാസം തീരെ കൊള്ളൂല എന്നുള്ള ചിന്താധാര മനുഷ്യന്റെ ഹൃദയത്തിൽ എടുത്തു മാറ്റണം. നമ്മൾ ഈ മാസത്തിൽ ഒരു പരിപാടി ചെയ്യില്ല. ചില അന്ധവിശ്വാസങ്ങൾ അങ്ങനെ പടർത്തുന്നവരുണ്ട്. സഫർ മാസത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ പാടില്ല. അത് നല്ല മാസമാണ്. പിന്നെന്താണ് ഈ മാസത്തിന് ചില ആളുകൾ അപശകുനമായി പറയുന്നത്? ഈ ഇല്ലാതെ പുക വരില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. സഫർ മാസത്തിലെ ഒടുക്ക ബുധനാണ് കടുത്ത നഹസായിട്ട് ഇമാമികളെ രേഖപ്പെടുത്തുന്നു. 3,20,000 പ്രയാസങ്ങൾ, ബലാഹുകൾ ആ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ മാസങ്ങളിൽ കിതാബ് രചിക്കാൻ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്തതാകുന്ന മഹത്തുക്കൾ വരെയുണ്ട്. ഈ മാസത്തിന്റെ നെഹസിനെ ഇത്രയേറെ പറഞ്ഞപ്പോൾ, അപശകുനമായി മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതി പൂർത്തീകരിച്ച വ്യക്തിയാണ് മഹാനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ലോകപ്രസിദ്ധമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താദി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മൾ ആശങ്കപ്പെട്ട് ജീവിക്കരുത്. എപ്പോഴും ഒരു ഭയപ്പാടിലൂടെ ജീവിതത്തെ മുന്നോട്ട്